ഹായ് നമസ്കാരം. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സും ബോയ്ക്കോട്ടും തന്നെയാണ് വിഷയം. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുന്നു. ഞാൻ മാനേജ്മെന്റിനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ പ്രതിഷേധത്തെ എതിർക്കുന്നുമില്ല. ബോയ്ക്കോട്ട് എന്നുള്ള പ്രതിഷേധ രീതി മാത്രമാണ് എന്റെ വിഷയം. കളി ജയിച്ചാലെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ചോദ്യങ്ങളുടെ എണ്ണം കൂടുകയാണ് ചെയ്തത്. എന്നാൽ കഴിയുന്നത്ര ആൾക്കാർക്ക് മറുപടി പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മറുപടി പറയുക അല്ലാത്തത് കൊണ്ടാണ് ബോയ്ക്കോട്ടുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകുന്ന ഉത്തരവാദപ്പെട്ട ആരെങ്കിലുമായി സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചത്. ഇന്നത്തേക്ക് 10 ദിവസം കഴിഞ്ഞു. ഇതുവരെയായി ആരും പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ മാനേജ്മെന്റിന് വേണ്ടി PR ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഉത്തരങ്ങൾ വേണ്ട എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. ബോയ്ക്കോട്ടിന് നേതൃത്വം നൽകുന്ന ഫാൻസ് ഗ്രൂപ്പുകളോടാണ് എന്റെ ചോദ്യം. ഏതൊരു സംഘടനയ്ക്കും സാധാരണയായി ഒരു സ്പോക്സ് പേഴ്സൺ കാണും. ഇതിനങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എന്തുകൊണ്ടാണ് സംസാരിക്കാൻ തയ്യാറാകാത്തത്? ബോയ്ക്കോട്ട് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഇപ്പോഴത്തെ മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ള അവകാശവാദത്തിനെതിരായിട്ട് ബോയ്ക്കോട്ട് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ പുതിയ കോച്ചിനെയും പുതിയ പ്ലെയറെയും സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നിട്ട് പോലും നിങ്ങളുടെ സംഘടനയുടെ ബൈലോയ്ക്ക് എതിരായിട്ട് പോലും എന്തുകൊണ്ടാണ് ബോയ്ക്കോട്ട് പ്രഖ്യാപിച്ചത്? എന്താണേലും ടീമിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. റിസൾട്ട് മാറി. കഴിഞ്ഞ 5 കളികളിൽ 3 ജയം, 1 സമനില, 1 തോൽവി. റിസൾട്ട് മാറിയിട്ടും നിങ്ങൾ എന്തിനാണ് ബോയ്ക്കോട്ട് തുടരുന്നത്? സംഘടനയ്ക്കുള്ളിൽ ബോയ്ക്കോട്ട് എന്നുള്ളത് ആരുടെ തീരുമാനമായിരുന്നു? 23 വിങ്ങുകളിൽ 13 വിങ്ങുകൾ ബോയ്ക്കോട്ടിന് എതിരായിട്ടും എന്തുകൊണ്ടാണ് ബോയ്ക്കോട്ട് തിരഞ്ഞെടുത്തത്? ഈ ബോയ്ക്കോട്ടിനെ പുറത്തു നിന്നുള്ള ഒരാൾ, മുന്നേ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിരുന്ന ഒരാളാണ് സ്വാധീനിക്കുന്നതെന്നും അയാളാണ് ഫാൻ ഗ്രൂപ്പിലെ ചിലരെ വെച്ച് ഇത് തുടങ്ങിയതെന്നും ഇത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നതും എന്നുള്ള സംശയം ഫാൻ ഗ്രൂപ്പിലെ ചിലർ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും വന്ന് പറയുന്നു. അത് ശരിയാണ്. ബോയ്ക്കോട്ടിനെതിരെ സംസാരിച്ച പലരെയും ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെന്നും ഒരു വിങ് തന്നെ ഈ പറയുന്ന ഫാൻസ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോയി എന്ന് കേൾക്കുന്നതും ശരിയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത് ഫേക്ക് ഐഡികളിൽ നിന്നാണ്. ഈ കാണുന്നത് ഒരു പോസ്റ്റിനടിയിൽ വന്ന ഫേക്ക് ഐഡികളാണ്. ഇതിൽ 2026 ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്ത ഐഡികൾ പോലും ഉണ്ട്. ആരാണ് ഈ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഫേക്ക് ഐഡികളെ ഉപയോഗിക്കുന്നത്? ഇവർക്ക് ആരാണ് പണം നൽകുന്നത്? ഇവർക്ക് കൊടുക്കാൻ എവിടെ നിന്നാണ് പണം ലഭിക്കുന്നത്? ഇനി എനിക്ക് ലഭിച്ച ഫ്രീ ടിക്കറ്റ് ആയിരുന്നു പ്രശ്നം. എന്റെ ചോദ്യങ്ങൾ ഇതാണ്. നിങ്ങൾ ഫാൻ ഗ്രൂപ്പുകൾക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിലല്ലേ ടിക്കറ്റുകൾ ലഭിക്കുന്നത്? നിങ്ങളത് മറിച്ചു നിൽക്കുന്നത് എത്ര പൈസക്കാണ്? നിങ്ങളുടെ കോർ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഫ്രീ ടിക്കറ്റിന് പകരം അക്രഡിറ്റേഷൻ കാർഡുകൾ ലഭിക്കുന്നില്ലേ? ജേഴ്സി വിൽപ്പനയിലും മർച്ചൻഡൈസ് വിൽപ്പനയിലും നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കാറില്ലേ? ഇതൊന്നുമല്ലാതെ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് സാമ്പത്തികമായും അല്ലാതെയും ആനുകൂല്യങ്ങൾ ഫാൻസ് ഗ്രൂപ്പിന് ലഭിക്കാറില്ലേ? നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുമ്പോൾ എനിക്കൊരു ഫ്രീ ടിക്കറ്റ് കിട്ടുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? സാമൂഹ്യ മാധ്യമങ്ങൾ ഒരു മോബാണ്. അവിടെ ചെറിയൊരു തീപ്പൊരി മതി, അത് കാട്ടുതീയാവും. അത് മുഖമില്ലാത്തവരും മുഖമുള്ളവരും ഒക്കെ അതിന്റെ ഭാഗമാവും. നാളെ കളി നടക്കുകയോ ഇല്ലയോ എന്നറിയാത്ത ഇന്ത്യൻ സാഹചര്യത്തിൽ ബോയ്ക്കോട്ട് എന്നുള്ള ഒരു പ്രതിഷേധ രീതി ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുക എന്നറിയാത്ത അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ കളി കാണാൻ വരുന്നവരെ കൂടി വരുത്താതിരിക്കാൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊളുത്തിയ ബോയ്ക്കോട്ട് എന്ന തീ ആർക്കു വേണ്ടിയാണ്? ഈ ഗ്രൂപ്പുകളിലൊന്നും പെടാത്ത നിരവധി പേർ കളി കാണാൻ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരാളെയും ഞാൻ കളി കാണാൻ നിർബന്ധിക്കില്ല. ഒരു കളിക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ അർഹിക്കുന്ന ഒന്നും തരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവർ വരിക, കളി കാണുക. ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മുടെ ലോയൽറ്റി ഈസ് ടു ദ ബാഡ്ജ്, നോട്ട് ടു ദ ഫാൻ ഗ്രൂപ്പ്സ്.